ലോക സിനിമയിലെ പ്രധാന കഥാപാത്രമായ കല്ലിയങ്കാട്ട് നീലിയുടെ യഥാർത്ഥ കഥയെക്കുറിച്ച് ഒരു വീഡിയോ ഞങ്ങൾ ചാനലിൽ ചെയ്തിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ ദയവായി ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. മലയാള സിനിമയിൽ ഇത് ആദ്യമായല്ല കല്ലിയങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാരുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്നത്. അങ്ങനെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളവയാണ് 1979 ഇറങ്ങിയ മധുവും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളായ കല്ലിയങ്കാട്ട് നീലി എന്ന സിനിമ. പിന്നീട് 1984 പ്രേം നസീറിന്റെ കടമറ്റത്തച്ഛൻ. ഇനി എടുത്തു പറയേണ്ടത് 2004 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കടമറ്റത്ത് കത്തനാർ എന്ന സീരിയലാണ്. അന്ന് ആ സീരിയൽ വളരെയധികം ജനശ്രദ്ധ നേടിയിരുന്നു. നമുക്ക് കല്ലിയങ്കാട്ട് നീലിയിൽ നിന്നും തുടങ്ങാം. ഈ സിനിമയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ നീലിയുടെ കഥ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മരിക്കുവാനായി നദിയിലേക്ക് ചാടുന്ന ജയഭാരതിയെയും അതുകണ്ട് കൂടെ എടുത്തു ചാടി അവളെ രക്ഷിക്കുന്ന മധുവിനെയുമാണ്. മധു താൻ രക്ഷപ്പെടുത്തിയ ജയഭാരതിയെയും കൊണ്ട് താമസിക്കുന്ന ലോഡ്ജിലേക്ക് വരുന്നു. ശേഷം അവൾക്ക് മാറുവാനുള്ള വസ്ത്രങ്ങൾ നൽകി ആ രാത്രി അവിടെ താമസിക്കാമെന്ന് പറയുന്നു. അവിടത്തെ വാച്ചർക്ക് ജയഭാരതിയെക്കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയോട് നാളെ അവിടെ വന്ന് തന്നെ കണ്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോയിക്കൊള്ളുവാൻ പറയുന്നു. പിന്നെ വരുന്ന അമ്മ തൻ്റെ രണ്ടാമത്തെ മകളാണ് ജയഭാരതി എന്നും ആദ്യ മകളും ഇതുപോലെ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തതാണെന്നും പറയുന്നു. ശേഷം എന്തിനാണ് മരിക്കാൻ പോയതെന്ന് മധു ചോദിക്കുമ്പോൾ, കള്ളുകുടിയനായ തന്റെ മുറച്ചെറുക്കനെ വിവാഹം ചെയ്യാൻ അമ്മ നിർബന്ധിച്ചതുകൊണ്ടാണെന്ന് ജയഭാരതി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം താൻ വീട്ടിലേക്ക് വന്ന് അയാളെ കണ്ട് ഒന്ന് ഉപദേശിക്കാമെന്ന് മധു പറഞ്ഞത് കേട്ട് അവർ മടങ്ങിപ്പോകുന്നു. അവിടെ ആ ലോഡ്ജിൽ കുറച്ചു കാലമായി വന്ന് താമസിക്കുന്ന ഒരു കവിയാണ് മധു എന്ന് പിന്നീട് മനസ്സിലാകും. മധുവിനൊപ്പം ഒരു സായിപ്പും അയാളുടെ ഭാര്യയും കൂടി ആ ലോഡ്ജിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ഒരു ടൂറിസ്റ്റ് ഗൈഡ് വന്ന് സായിപ്പിനെയും ഭാര്യയെയും അവിടെയുള്ള പ്രസിദ്ധ സ്ഥലങ്ങൾ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോകുന്നു. പലയിടങ്ങളും കാണിച്ചതിന് ശേഷം അവരെ കൂട്ടി ഒരു കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇതാണ് അതിപ്രശസ്തമായ കല്ലിയങ്കാട് എന്നും ഇവിടെയാണ് അതിഭീകരിയായ മനുഷ്യരെ കൊന്ന് നിർദ്ദയം ചോര കുടിച്ചിരുന്ന കല്ലിയങ്കാട്ട് നീലി എന്ന യക്ഷി താമസിച്ചിരുന്നതെന്നും അയാൾ പറയുന്നു. പിന്നീട് ഫ്ലാഷ് ബാക്കായി അയാൾ നീലിയുടെ കഥ പറയുന്നുണ്ട്. ആ നാട്ടിൽ പണ്ട് താമസിച്ചിരുന്ന സുന്ദരിയായ ഒരു യുവതിയായിരുന്നു നീലി. ഒരു ദിവസം അവൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി കുതിരപ്പുറത്ത് പോയ ഒരു അന്യദേശക്കാരൻ അവളെ കണ്ട് ഇഷ്ടപ്പെടുന്നു. പിന്നെ വളരെ പെട്ടെന്ന് രണ്ടുപേരും പ്രണയത്തിലാകുന്നു. ശേഷം നീലിയുടെ വീട്ടുകാരുടെയും സമ്മതം ലഭിച്ച് അവരുടെ വിവാഹം നടക്കുന്നു. ആദ്യ രാത്രിയിൽ തന്നെ നീലിയുടെ സ്വർണ്ണാഭരണങ്ങളെ ശ്രദ്ധയോടെ നോക്കുന്ന ഭർത്താവിനെ കാണാം. പിന്നീട് നീലി ഗർഭിണിയാവുന്നു. ഒരു ദിവസം ഏതോ ക്ഷേത്രത്തിലേക്ക് പോകുവാനെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വീട് വിട്ടിറങ്ങുന്നു. എന്നാൽ വഴിമധ്യേ ഒരു കാട്ടിൽ തന്റെ മടിയിൽ ഉറങ്ങിക്കിടന്ന നീലിയെ അയാൾ കൊലപ്പെടുത്തി അവളുടെ ആഭരണങ്ങളുമായി കടന്നുകളയുന്നു. പിന്നീട് സ്ത്രീകളെ ഇതുപോലെ വിവാഹം ചെയ്ത് അവരുടെ സ്വർണവുമായി കടന്നുകളയുന്ന ഒരു വഞ്ചകനായിരുന്നു അയാളെന്ന് കാണിക്കുന്നുണ്ട്. കൊല ചെയ്യപ്പെട്ട നീലി ഒരു രക്തരക്ഷസായി മാറി അതുവഴി യാത്ര ചെയ്യുന്ന പുരുഷന്മാരെ വശീകരിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി കൊന്ന് ചോര കുടിക്കുവാൻ തുടങ്ങുന്നു. ഒരു ദിവസം അവളുടെ പഴയ ഭർത്താവും അതുവഴി പോയപ്പോൾ അയാളെ സുന്ദരിയുടെ രൂപത്തിൽ ചെന്ന് വശീകരിച്ച് കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി കൊന്ന് നീലി അവളുടെ പ്രതികാരം ചെയ്യുന്നു. പിന്നീട് സൂര്യകാരടി മനയിലുള്ള ഒരു മന്ത്രവാദി വന്ന് അവളെ തളയ്ക്കുന്നുണ്ട്. ഗൈഡ് കഥ പറഞ്ഞു തീർന്നതും എല്ലാവരും പേടിച്ച് അവിടെ നിന്നും പോകുന്നു. മധുവും ജയഭാരതിയും പിന്നീട് പ്രണയത്തിലാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കവേ ഒരു രാത്രി ലോഡ്ജിലെ സായിപ്പ് പുറത്തുകൂടി ഒരു സ്ത്രീ വെള്ള സാരിയും ഉടുത്ത് നടന്നു പോകുന്നത് കണ്ട് അവളുടെ പിറകെ പോകുന്നു. പിന്നീട് കാട്ടിൽ മരിച്ചു കിടക്കുന്ന അയാളുടെ ശവമാണ് കണ്ടെത്തുന്നത്. അതോടെ നീലി വീണ്ടും സ്വതന്ത്രയായി ആളുകളെ കൊല്ലാൻ തുടങ്ങിയതായി നാട്ടിൽ സംസാരം വ്യാപിക്കുന്നു. പക്ഷെ അതൊന്നും വിശ്വസിക്കാതെ നാട്ടിലെ SI തന്റെ അന്വേഷണം തുടരുന്നു. പിന്നീട് ആ ലോഡ്ജിൽ താമസിക്കാൻ വരുന്ന മറ്റു ചിലരും സമാന രീതിയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ആളുകളിൽ നീലിയെക്കുറിച്ചുള്ള ഭയം നാൾക്ക് നാൾ കൂടി വരുന്നു.
എന്നാൽ SI അതൊന്നും വിശ്വസിക്കാതെ തന്റെ അന്വേഷണം മുന്നോട്ട് നടത്തുകയും മധുവിനെ ആദ്യം സംശയിക്കുകയും ചെയ്യുന്നു. എല്ലാ കൊലപാതകങ്ങളും വെളുത്ത വാവ് ദിവസങ്ങളിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി അയാൾ ഒരു വെളുത്ത വാവ് ദിവസത്തിൽ പോലീസ് വേഷമില്ലാതെ ആ കാട്ടിലൂടെ നടക്കുന്നു. പക്ഷേ അയാൾ കാണുന്നത് വെള്ള സാരിയൊടിഞ്ഞ് നടന്നു പോകുന്ന ജയഭാരതിയെയാണ്. പോലീസ് അങ്ങനെ ജയഭാരതിയെ അറസ്റ്റ് ചെയ്യുന്നു. അവളല്ല കൊലപാതകി എന്ന് മധു സ്റ്റേഷനിൽ വന്ന് വാദിക്കുന്നുണ്ടെങ്കിലും SI അതൊന്നും വിശ്വസിക്കുന്നില്ല. എന്നാൽ പിന്നെ ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ മധു വീണ്ടും വെള്ള സാരി അണിഞ്ഞിരിക്കുന്ന ജയഭാരതിയെ കാണുന്നു. പിന്നീട് അവളെ പിടിച്ച് മധു തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ 2 ജയഭാരതിയെ കണ്ട് എല്ലാവരും അമ്പരക്കുന്നുണ്ട്. അതേ സമയത്ത് മറ്റൊരു പോലീസ് ജീപ്പിൽ ആളുകളെ പേടിപ്പിക്കുന്ന വിധം വേഷം ധരിച്ച വേറെ ഒരാളെയും കൂട്ടിക്കൊണ്ട് പോലീസുകാർ വരുന്നു. അയാളെയും ഇന്നലെ കാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതാണെന്ന് ആ പോലീസുകാർ പറയുന്നു. അവിടെ വന്ന പുതിയ പോലീസ് ഓഫീസർ മധുവിനെ കണ്ട് സല്യൂട്ട് ചെയ്ത് അയാൾ വേഷം മാറി കേസന്വേഷണം നടത്തുന്ന DYSP ആണെന്ന് എല്ലാവരോടും പറയുന്നു. പോലീസ് കൊണ്ടുവന്ന പുതിയ പ്രതി താൻ ഒരു കൊള്ളക്കാരനാണെന്നും താനാണ് എല്ലാവരെയും കൊന്നതെന്നും സമ്മതിക്കുന്നു. യക്ഷിയായി നടന്ന ജയഭാരതി മറ്റേ ജയഭാരതിയുടെ ചേച്ചിയാണെന്നും പണ്ട് ആത്മഹത്യ ചെയ്യാൻ നദിയിൽ ചാടിയപ്പോൾ ബോധമില്ലാതെ തനിക്ക് കിട്ടിയതാണെന്നും പറയുന്നുണ്ട്. ഓർമ്മശക്തി നഷ്ടപ്പെട്ട അവളെ കല്ലിയങ്കാട്ട് നീലിയെ പോലെ വേഷം ധരിപ്പിച്ച് ആളുകളെ വശീകരിക്കാനായി ഉപയോഗിച്ചതാണെന്നും അയാൾ സമ്മതിക്കുന്നു. പ്രതിയെ പോലീസ് കൊണ്ടുപോകുന്നു. മധുവും അയാൾ പ്രണയിച്ച ജയഭാരതിയും പിന്നീട് ഒന്നാകുന്നു. ഇതാണ് സിനിമയുടെ കഥ. പക്ഷെ ഇതിൽ എവിടെയും നീലിയെ തളച്ചത് കടമറ്റത്ത് കത്തനാരാണെന്ന് പറയുന്നില്ല. കടമറ്റത്തച്ഛൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് നമ്മുടെ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ പൗലോസ് എന്ന യുവാവിനെ കാട്ടിൽ മലയരയന്മാർ പിടിച്ചുകൊണ്ടുപോകുന്നതും അവരിൽ നിന്നും അയാൾ മന്ത്രതന്ത്ര വിദ്യകൾ പഠിച്ച് നാട്ടിലേക്ക് രക്ഷപ്പെട്ടു വരുന്നതുമാണ് കാണിക്കുന്നത്. പ്രേം നസീറാണ് പൗലോസിന്റെ വേഷം ചെയ്തിരിക്കുന്നത്. ആ കഥ വിശദമായി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെത്തിയ പൗലോസ് കടമറ്റം പള്ളിയിലെ വികാരിയായി ചുമതലയേറ്റ് കടമറ്റത്ത് കത്തനാരെന്ന് പ്രശസ്തനാകുന്നു. സിനിമയുടെ പിന്നീടുള്ള ഭാഗത്തിൽ നാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്ന ഒരു യക്ഷിയെ കാണിക്കുന്നുണ്ട്. അവൾ രാത്രികളിൽ അതിസുന്ദരിയായി രൂപം മാറി വഴിയിലൂടെ പോകുന്ന പുരുഷന്മാരെ വശീകരിച്ച് കാട്ടിലോട്ട് കൊണ്ടുപോയി കൊല്ലുകയും ചോര കുടിക്കുകയും ചെയ്യുന്നവളാണ്. സ്ത്രീവിദ്യയാണ് യക്ഷിയുടെ വേഷം ചെയ്തിരിക്കുന്നത്. പക്ഷേ യക്ഷിയുടെ പേര് കല്ലിയങ്കാട്ട് നീലി എന്ന് സിനിമയിൽ പറഞ്ഞിട്ടില്ല. മാത്രമല്ല അവൾ യക്ഷിയാവുന്നതിന് മുമ്പുള്ള കഥയും വ്യത്യസ്തമാണ്. അവൾ ഒരു രാജകുമാരിയായിരുന്നെന്നും സൈന്യത്തിലെ ഒരു സാധാരണ ഭടനെ പ്രണയിച്ച് പിന്നീട് ഒന്നിക്കാൻ കഴിയാതെ ആ ദുഃഖത്തിൽ മരണപ്പെട്ടുപോയി പിന്നെ രാക്ഷസിയായി മാറിയതാണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. ശേഷം യക്ഷിയെ തളയ്ക്കാൻ കുഞ്ചമൺ പോറ്റി വന്നെങ്കിലും പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കടമറ്റത്ത് കത്തനാർ വന്ന് അവളെ നിഷ്പ്രയാസം ബന്ധിച്ച് തലയിൽ ഒരു ആണിയടിച്ച് ഒരു സാധാരണ സ്ത്രീയായി മാറ്റി തൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. തനിക്ക് പരിചയമുള്ള ഒരു വൃദ്ധയുടെ വീട്ടിൽ അവളെ ജോലിക്കായി നിർത്തുന്നു. വൃദ്ധ അവളുടെ മുടി ചേകിക്കൊടുക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ആണി വലിച്ചൂരി അവളെ വീണ്ടും സ്വതന്ത്രയാക്കുന്നു. രക്ഷപ്പെട്ട അവൾ അവിടെ നിന്നും പലായനം ചെയ്തെങ്കിലും കത്തനാർ പിന്തുടർന്ന് വന്ന് വീണ്ടും ബന്ധിച്ച് പനയന്നാർക്കാവിൽ കുടിയിരുത്തുന്നു. ഇതേ യക്ഷിക്കഥ തന്നെയാണ് കടമറ്റത്ത് കത്തനാരുടെ കഥയോടൊപ്പം ഐതിഹ്യമാലയിലും പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഏഷ്യാനെറ്റിൽ വന്ന കടമറ്റത്ത് കത്തനാർ എന്ന സീരിയലിലും ഇതുതന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ അവിടെ യക്ഷിയുടെ പേര് കല്ലിയങ്കാട്ട് നീലി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നടി സുകന്യയാണ് നീലിയുടെ വേഷം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വന്ന ലോക സിനിമയിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ് നീലിക്ക് നൽകിയിരിക്കുന്നത്. എങ്കിലും മലയാളികൾ ആ നീലിയെയും വളരെയധികം സ്വീകരിച്ചിട്ടുണ്ട്. കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഒരു കത്തനാരും നീലിയും കൂടി മലയാള സിനിമയുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിന്റെ കഥകൾ എന്താണെന്ന് അറിയാൻ ഇനി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വരുന്നത് ചാത്തന്മാരുടെ കഥയുമായാണ്.